കോഴിക്കോട് മുക്കത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. മുക്കം ഉപജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിവസത്തെ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് സംഘർഷത്തിൽ നീലേശ്വരം സ്കൂളിലെ ഒരു വിദ്യാർത്ഥിക്ക് തലയ്ക്ക് പരിക്കേറ്റു. രമ്യ ദാസ് ചേരുന്നു. രമ്യ, എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ സംഘർഷം ഉടലെടുത്തത്? രോഹിണി, ഈ 4 ദിവസമായി മുക്കം ഉപജില്ലാ കലോത്സവം ഈ മണാശ്ശേരി MKMHS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അവസാന ദിവസമായിരുന്നു. ഈ അവസാന ദിവസത്തിൽ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് ഈ നീലേശ്വരം സ്കൂളാണ്. അപ്പോൾ ഈ നീലേശ്വരം സ്കൂൾ അവസാന ദിവസമായി ഇന്ന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ വലിയ തോതിലുള്ള ഒരു ആഹ്ലാദ പ്രകടനവുമായി സ്കൂളിന് പുറത്തേക്ക് വിദ്യാർത്ഥികൾ ഈ ട്രോഫിയുമായി ഒരു പ്രകടനം നടത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ ഒരു പ്രകടനത്തിലേക്ക് ചേന്ദമംഗലം സ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തുകയും ചെറിയ തോതിലുള്ള ഒരു വാക്ക് തർക്കം ആദ്യം ഉടലെടുക്കുകയുണ്ടായി. എന്നാൽ ഇത് പിന്നീട് വലിയ തോതിലുള്ള വിദ്യാർത്ഥി സംഘടനത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. തുടർന്ന് പോലീസ് എത്തിയാണ് ഈ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഈ ഒരു സംഘർഷത്തിൽ നിന്ന് തിരിച്ചയക്കുകയുണ്ടായത്. എന്നാൽ അതിനിടയ്ക്കാണ് ഈ സംഘർഷത്തിലാണ് ഈ നീലേശ്വരം സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ പരിക്കേറ്റത്. നിലവിൽ തലയ്ക്കാണ് കുട്ടിയെ പരിക്കേറ്റിട്ടുള്ളത്. കുട്ടി ഇപ്പോൾ മുക്കത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഹിണി. ശരി, രമ്യദാസാണ് വിവരങ്ങൾ നൽകിയത്.